സ്വാഗതം. പണ്ടേ നമ്മുടെ കേരളം ഭ്രാന്താലയമാണെന്ന് ഒരു മഹത് വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്നറിയാം? സ്വാമി വിവേകാനന്ദൻ. പണ്ട് പറഞ്ഞതാ, കുറേ കാലം മുമ്പ് പറഞ്ഞതാ. പണ്ട് 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 പറഞ്ഞതാ. എന്തെന്ന്? കേരളം ഭ്രാന്താലയമാണ്. ശരിയല്ലേ? അയ്യോ, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. കുറച്ച് കാലം മുമ്പ് തൊട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. പാമ്പിനെ ജനലിൽ കൂടി അങ്ങോട്ട് കടത്തി വിട്ടിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ സ്വത്തിന് വേണ്ടിയിട്ട് അപഹരിച്ചു. കഷായം ഗ്രീഷ്മ. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ട് കുടുംബടക്കം ഇന്ന് ജയിലിൽ. പിന്നെ 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 ഇപ്പോൾ എന്തൊക്കെ സംഭവമാണ് നടക്കുന്നത്. തനി ഭ്രാന്താലയം തന്നെ. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം പറഞ്ഞ അച്ഛൻ അമ്മനെ തല്ലും, ഉള്ളത് പറഞ്ഞ അച്ഛൻ അമ്മനെ തല്ലും, പറഞ്ഞില്ലെങ്കിലോ അച്ഛൻ പട്ടിയിറച്ചി ചെയ്യും. എങ്ങനെയുണ്ട്? ഉള്ളത് പറഞ്ഞ അച്ഛൻ അമ്മനെ തല്ലും. അയ്യോ, അമ്മനെ തല്ലാൻ പാടുണ്ടോ? അത് പാടില്ല, അപ്പം മിണ്ടാതിരിക്കാം. എന്നാൽ പറയാതിരുന്നാലോ അച്ഛൻ പട്ടിയിറച്ചി തിന്നും. അത് അതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ? ഈ അവസ്ഥയാണ് ഇന്ന് നമുക്കൊക്കെ. പറയാൻ പാടില്ല, മിണ്ടാതിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ 2 വീഡിയോ ഡിലീറ്റ് ആക്കി. എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. കാരണം ഞാൻ എന്നും സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നോടൊരാൾ വന്നിട്ട് അത് ചെയ്തില്ലേ, അല്ലെങ്കിൽ നീ അത് ചെയ്തോ, ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ വേണ്ട, രാജാവ് നഗ്നനാണെന്ന് ഞാൻ പറയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോട്ടെ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നതേ, ഒരു അച്ഛനെ സമാധിയിലിരുത്തേക്കാണ് ഒരു കുടുംബം. അച്ഛനെ സമാധിയിലിരുത്തേക്കോ? ഇതൊക്കെ എന്ത്? അന്ന് സ്വാമി വിവേകാനന്ദൻ എന്ത് പറഞ്ഞു? കേരളം ഭ്രാന്താലയമാണ്. അത് ആണ് എന്നുള്ള ആ ഒരു കാര്യം സിമെന്റ് ഇട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരള ജനത. മോശമാണ് അല്ലെ? ചുമ്മാതാണോ വിവരവും വിദ്യാഭ്യാസമുള്ള ജനത കേരളം വിട്ടുകൊടുക്കുന്നത് അയൽ രാജ്യങ്ങളിലേക്ക്? ഇവിടെ ഇതാ സംഭവിക്കുന്നത്. ഈ കാലത്തും സമാധിയിലിരിക്കുന്നു, സ്വന്തം പിതാവിനെ ഇരുത്തിയിരിക്കുന്നു. സ്വന്തം പിതാവിനെ നാണമില്ല, നാണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ശരി കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം.